മഴത്തോരു മുമ്പേയുടെ പുതിയൊരു സ്റ്റോറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റീത്താമ്മയോട് നമ്മുടെ സ്റ്റാൻലി സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എൽസമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തനിക്കൊരു പെണ്ണുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നുവെന്നും അതിലൊരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള ഒരു സത്യം സ്റ്റാൻലി തുറന്ന് പറയുകയാണ്. അങ്ങനെ ഇത് കേട്ട് ഞെട്ടിയിട്ട് ആകെ ഷോക്കായിട്ട് തൻ്റെ അനിയത്തിയോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് റീത്താമ്മ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ റീത്താമ്മ എൽസമ്മയുടെ അടുത്തെത്തുകയാണ്. എന്നിട്ട് എൽസമ്മ സ്റ്റാൻലിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചേച്ചിയല്ലേ പറഞ്ഞായിരുന്നത് അവിടെ ഏതൊരു പെൺകുട്ടി വന്നു എന്നുള്ളത്, ആരാണ് ചേച്ചി, എന്താ ഒന്നും പറയാത്തത്? ഇനി ഞാൻ അറിയാതെ പുതിയ പെൺകുട്ടിയുമായിട്ടാണോ അടുപ്പം? ഈ വയസ്സാം കാലത്ത് അയാൾക്ക് എന്തിൻ്റെ കേടാ എന്നുള്ള രീതിയിലൊക്കെ റീത്താമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൽസമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് റീത്താമ്മ മുഖം കുനിച്ച് തല താഴ്ത്തി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ആ സമയത്ത് എൽസമ്മ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്? എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തത്? എന്താ സ്റ്റാൻലി വല്ലതും പറഞ്ഞോ? അവളെക്കുറിച്ച് ചോദിക്കാൻ ചെന്നപ്പോൾ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് റീത്താമ്മ പറയുന്നുണ്ട്, വഴക്ക് പറഞ്ഞു എന്ന് മാത്രമല്ല അവൾ ആരാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി. ഇതേക്കുറിച്ച് ഞാൻ നിന്നോട് എങ്ങനെ പറയാനാ, എനിക്ക് സങ്കടമാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ റീത്താമ്മ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എൽസമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തും കേൾക്കാനും നേരിടാനും തയ്യാറാണ്, ചേച്ചി പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞ കാര്യം, അലീനയെക്കുറിച്ച്, അലീന തൻ്റെ മകളാണ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ റീത്താമ്മയോട് പറയുകയാണ്. അപ്പോൾ റീത്താമ്മക്ക് ആകെ ഷോക്കാകുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾക്ക് എന്തിൻ്റെ കേടായിരുന്നു? അപ്പോൾ എനിക്ക് മുമ്പ് മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുകയും അതിൽ കുഞ്ഞുണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അല്ലേ? എന്നിട്ടാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചതല്ലേ? വെറുതെ അല്ല എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റീത്താമ്മ പറയുന്നുണ്ട്, അവനെ എന്തായാലും വെറുതെ വിടരുത്, നീ വാ എൻ്റെ കൂടെ, നമുക്ക് നമ്മുടെ എല്ലാവരെയും കൂട്ടിയിട്ട്, ഇവിടുത്തെ സമുദായത്തിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചോദ്യം ചെയ്യണം. നാട്ടുകാർക്ക് മുമ്പിൽ അയാൾ തല കുനിച്ച് നിൽക്കുന്നത് നിനക്ക് കാണാം, നമുക്ക് നാളെ തന്നെ പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി ആണെങ്കിലും അലീനയാണെങ്കിലും ഒക്കെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ ആ സമയത്ത് അലീന നമ്മുടെ ഔദച്ചായനെ വിളിക്കുന്നുണ്ട്. ഔദച്ചായനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാ, എനിക്കാകെ പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന പറഞ്ഞതനുസരിച്ച് മുത്തശ്ശൻ തിരിച്ചു വരികയാണ്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പെണ്ണാണ് നീ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിനക്ക് എന്തോരം ടെൻഷനാണ്, ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താ? എന്തും നേരിടാനുള്ള കരുത്തുണ്ടല്ലോ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിൻ്റെ അച്ഛൻ അവന് നിനക്ക് വേണ്ടിയിട്ട് വാദിക്കാനുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീനയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും റീത്താമ്മ അറിഞ്ഞു, ഇനിയിപ്പോൾ അത് അവരോട് പറയില്ലേ, എൽസമ്മയോട് പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അലീന. അപ്പോൾ ആ സമയത്ത് ഔദച്ചായൻ പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് പറയുമെന്നുള്ളത് ഉറപ്പാണല്ലോ, കാരണം അവളുടെ അനിയത്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ നാളെ ആരെങ്കിലുമൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്, ബഹളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു പേടിയോടുകൂടി അന്നത്തെ രാത്രി അലീന കഴിച്ചു കൂട്ടുകയാണ്. പിറ്റേ ദിവസം തന്നെ ഇവർ സംസാരിച്ചതുപോലെ തന്നെ കാര്യം നടക്കുകയാണ്. മുറ്റത്ത് തന്നെ എണീറ്റ് വരുന്ന സമയത്ത് ഒരു കൂട്ടം കാറുകളും നാട്ടുകാരെയും കൂടെ എൽസമ്മയും റീത്തയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ഔദച്ചായൻ ഇത് കണ്ടപ്പോൾ നേരെ സ്റ്റാൻലിയുടെ അടുത്തോട്ട് പറയുകയും സ്റ്റാൻലി അവരെ കാണാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വരികയുമാണ്. അപ്പോൾ ആ സമയത്ത് നേരെ റീത്താമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് നാട്ടുകാരെ കൂട്ടി വന്നിരിക്കുകയാണ്, ഇവരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണം, എന്തിനെൻ്റെ അനിയത്തിയെ നിങ്ങൾ ചതിച്ചു, എന്തിനാണ് അവരുടെ ജീവിതം നശിപ്പിച്ചത്, ഇവൾ ആരാണ് എന്നുള്ളതൊക്കെ ഈ സമുദായത്തിന് മുമ്പിൽ തുറന്ന് പറയണം എന്നൊക്കെ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആരപ്പോൾ ഇതൊക്കെ, ഇതുവരെ ഇങ്ങനെയുള്ള ആളുകളെയും നാട്ടുകാരെയും ഒന്നും കണ്ടിട്ടില്ലായിരുന്നല്ലോ, പിന്നെ എൻ്റെ കാര്യം ചോദിച്ചു വരാനൊക്കെ നിങ്ങളാരാ? പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ കൂടെയല്ല, എൻ്റെ മക്കളും എൻ്റെ കൂടെയല്ല, പിന്നെ നിങ്ങൾക്കൊന്നും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുന്നത്? അതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റർ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് റീത്താമ്മ പറയുന്നുണ്ട്, എന്ത് പേഴ്സണൽ ആയാലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ അത് ഞങ്ങൾക്കും കൂടെ അറിയണമല്ലോ, നിയമപരമായിട്ട് ഇപ്പോഴും എൽസമ്മയെ നിങ്ങളും തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരാണല്ലോ, അതുകൊണ്ട് അറിയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഔദച്ചായനോട് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, അലീനയെക്കുറിച്ചാണല്ലോ ഇവർക്ക് അറിയേണ്ടത്, അതുകൊണ്ട് അലീനയെ വിളിച്ചുകൊണ്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാൻലി പറഞ്ഞതനുസരിച്ച് അലീനയെ വിളിച്ചു കൊണ്ടുവരികയും അലീനയെ സ്റ്റാൻലി തൻ്റെ അടുത്തോട്ട് ചേർത്ത് നിർത്തിയിട്ട് തോളിൽ കൈയിട്ട് പറയുകയാണ്, ഇതാ ഇവളാണ് അലീന, ഇവളെക്കുറിച്ചല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്, എന്നാൽ കേട്ടോളൂ, ഇവളാണ് അലീന,
ഇതെൻ്റെ മകളാണ്. ഈ എൽസമ്മയെ ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റു സ്ത്രീയുമായിട്ട് പ്രണയത്തിലായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഞങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് പിരിയേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ അവളെക്കുറിച്ച് എനിക്കൊരു വിവരമില്ലായിരുന്നു. ആ സമയത്ത് ഗർഭിണിയാണെന്നോ കുഞ്ഞിന് ജന്മം നൽകിയെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എൽസമ്മയെ വിവാഹം കഴിച്ചത്. പക്ഷേ ഇപ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷം ഇവൾക്ക് അച്ഛനെ കാണണമെന്ന ആഗ്രഹം തോന്നിയപ്പോൾ അന്വേഷിച്ച് വരികയായിരുന്നു എന്നൊക്കെ കാര്യങ്ങൾ തുറന്ന് പറയുകയാണ്. അങ്ങനെ ആകെ അലീനയെ കണ്ടാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എൽസമ്മ. ആ ഒരു സമയത്ത് എൽസമ്മ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് എവിടെയോ കണ്ടു മറഞ്ഞതുപോലുള്ളൊരു മുഖം എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു. ആ സമയത്താണ് എൽസമ്മക്ക് ഓർമ്മ വന്നത് ഇത് മറ്റാരുടെയും മുഖത്തിൻ്റെ സാമ്യതയല്ല, നമ്മുടെ സ്റ്റാൻലിയുടെ അമ്മയുടെ അതേ മുഖത്തിൻ്റെ സാമ്യതയിലുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാൻലിയുടെ കുട്ടിയാണ് എന്നുള്ളത് ഉറപ്പാണ് എന്നൊക്കെ ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. കാരണം ആകെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. സ്റ്റാൻലിയുടെ അമ്മയുടെ അതേ മുഖച്ഛായമാണ് അലീനയ്ക്ക് ഉള്ളത്. അങ്ങനെ പിന്നീട് നമ്മുടെ എൽസമ്മ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് എന്നെ വിവാഹം കഴിച്ചത്? ഇനിയിപ്പോൾ അവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നതായിരിക്കും, നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതല്ലേ, ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ നിൻ്റെ തോന്നലുകളാണ്, പിന്നെ നിൻ്റെ വാശിയും ഒക്കെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റീത്താമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതേ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഞങ്ങൾക്ക് ഇവൾക്ക് എന്തായാലും ഒരു അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയിട്ട് ഈ കുട്ടികളുടെ കാര്യം സേഫ് ആക്കണം, അതുപോലെ എൻ്റെ അനിയത്തിയുടെ കാര്യവും സേഫ് ആക്കണം. ഇനി എന്തായാലും ഒരു അവകാശം പറഞ്ഞൊരു പെൺകുട്ടി വന്നതോടെ ഇനിയിപ്പോൾ അവൾക്കെല്ലാം കൊടുക്കാമെന്നുള്ളൊരു വിചാരമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക് എന്നൊക്കെ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കിങ്ങാണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട് എൻ്റെ സ്വത്തുക്കൾ ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ അതിലെന്തെങ്കിലും അഭിപ്രായം പറയാനോ ഒന്നും നിങ്ങൾക്ക് അവകാശമില്ല. എൻ്റെ സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം, അതാരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം എൻ്റെ വേറൊരു മുഖച്ഛായം നിങ്ങൾ കാണേണ്ടി വരും. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് പൊക്കോ, അല്ലെങ്കിൽ ആട്ടി ഇറക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ചൂടാവുകയാണ്.